ജീവിതം ഒരു കഥ പോലെയാണ്. അതെത്ര നീളമുള്ളതാണെന്നതല്ല, എത്ര നല്ലതാണ് എന്നതാണ് പ്രധാനം. പലപ്പോഴും നമ്മൾ കാണുന്ന കാഴ്ചപ്പാടെന്ന് പറയുന്നത് ജീവിത പ്രശ്നങ്ങൾ വലുതെന്നും ജീവിതം ചെറുതെന്നുമാണ്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതം വലുതല്ലേ, പ്രശ്നങ്ങൾ ചെറുതല്ലേ? ജീവിതം വലുതാണ്, പ്രശ്നങ്ങൾ ചെറുതാണ്. നിന്റെ ഈ വലിയ ജീവിതം കൊണ്ട് നിന്റെ പ്രശ്നങ്ങളെ മറികടക്കുവാൻ നിനക്ക് കഴിയും. അതിനാൽ ജീവിത പ്രശ്നങ്ങളെ ഭയപ്പെട്ട് ഒളിച്ചോടേണ്ടവരല്ല മനുഷ്യൻ. ജീവിത പ്രശ്നങ്ങളെ മറികടക്കുവാനുള്ള കരുത്ത് മനുഷ്യനുണ്ട്. അതുകൊണ്ട് ഈ വലിയ ജീവിതം കൊണ്ട് നിന്റെ ഈ ചെറിയ പ്രശ്നങ്ങളെ മാറ്റുവാൻ നിനക്ക് കഴിയും. ഒരിക്കൽ ശ്രീബുദ്ധനും ആനന്ദും കൂടെ ഒരു വനത്തിൻ്റെ ഉള്ളിലൂടെ യാത്ര ചെയ്യുക. വളരെ ദൂരത്തോടെയുള്ള ഈ യാത്രയിൽ ആകെ അവശനായ ശ്രീബുദ്ധൻ ആനന്ദിനോട് പറഞ്ഞു, ദേ കാണുന്ന ആ അരുവിയിൽ നിന്ന് ഒരു പാത്രത്തിൽ ഒരല്പം വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. ദാഹിച്ച് അവശനായിരിക്കുകയാണ്. ആനന്ദ് വെള്ളമെടുക്കാൻ വേണ്ടി പോയി. കുറേ സമയം കഴിഞ്ഞിട്ടും ശ്രീബുദ്ധൻ നോക്കിയിട്ട് ആനന്ദിനെ കാണാനില്ല. കുറേ നേരം കഴിഞ്ഞതിന് ശേഷം ആനന്ദ് തിരിച്ചു വന്നു, വെറും പാത്രത്തോടെ. ശ്രീബുദ്ധൻ ചോദിച്ചു, ആനന്ദേ, നീ എന്താ ഈ പാത്രത്തിൽ വെള്ളമെടുക്കാതെ വന്നത്? അദ്ദേഹം പറഞ്ഞു, ഗുരു, ഈ അരുവി കലങ്ങി മറിഞ്ഞ് ഒഴുകുകയാണ്. അതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്നിട്ട് വെള്ളം, അത് കുടിക്കാൻ പറ്റുന്ന വെള്ളമല്ല, അതുകൊണ്ട് ഞാൻ വെറും പാത്രത്തോടെ വന്നു. ശ്രീബുദ്ധൻ ആനന്ദിനോട് പറഞ്ഞു, മോനെ, ഈ കലങ്ങി മറിഞ്ഞ് ഒഴുകുന്ന ഈ വെള്ളത്തിൻ്റെ അരികിൽ ഒരല്പസമയം നീ കാത്തിരുന്നാൽ അത് തെളിയുമായിരുന്നു. ജീവിതത്തിൽ ഇത് തന്നെയാണ്, ഒരല്പസമയം നീ കാത്തിരിക്കുക. പ്രശ്നങ്ങൾ കൊണ്ട് കലങ്ങി മറിഞ്ഞ് ഒഴുകുന്ന പുഴ പോലെ നിന്റെ ജീവിതവും പ്രശ്ന നിബിഡമാണ്. ഒരല്പസമയം കാത്തിരുന്നാൽ നിന്റെ ജീവിതം തെളിനീരുള്ളതായിട്ട് മാറും. അതിനാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതം വലുതാണ്, പ്രശ്നങ്ങൾ ചെറുതാണ്. ഈ വലിയ ജീവിതം കൊണ്ട് നിന്റെ ഈ ചെറിയ പ്രശ്നങ്ങളെ നിനക്ക് മറികടക്കാൻ കഴിയും. അതിനുവേണ്ടി ഒരല്പസമയം കാത്തിരിക്കുക, നിന്റെ ജീവിതം തെളിനീരായിട്ട് മാറും.